ഒരുപാട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, പ്രായഭേദമന്യേ എല്ലാവരെയും ഉപദ്രവിക്കുന്നു, അനാവശ്യമായ നികുതി ചുമത്തുന്നു. ബ്രിട്ടീഷുകാർ ആദ്യം ദ്രോഹിച്ചത് ഇന്ത്യയിലെയോ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെയോ ജനങ്ങളെയല്ല, സ്വന്തം നാട്ടിലെ ജനങ്ങളെ തന്നെയാണ്. അതിനെതിരെ ഒരാൾ ശക്തമായി പ്രതികരിക്കുന്നു. ആ ഒരു പ്രതികരണം വെറുതെ ഉണ്ടായതല്ല. ആദ്യം സ്വന്തം അച്ഛനെയും സഹോദരനെയും അവർ കൊല്ലുന്നു. പിന്നീട് ഗർഭിണിയായിട്ടുള്ള തന്റെ ഭാര്യയെ ഒരു കുഞ്ഞു വയറ്റിലുണ്ടെന്നുള്ളതേ പോലും കാണിക്കാതെ അവർ ക്രൂരമായി കൊന്നുകളയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സ്കോട്ട്ലൻഡിന്റെ തന്നെ ഹീറോ എന്നറിയപ്പെടുന്ന സ്കോട്ട്ലൻഡിലെ ഫ്രീഡം ഫൈറ്ററായ വില്യം വാലസിനെ കുറിച്ചാണ്. സ്കോട്ടിഷുകാർക്ക് വാലസിന്റെ മൃതശരീരം കിട്ടിയാൽ അദ്ദേഹത്തെ ധീരനായി വാഴിക്കും എന്നതറിയാവുന്നതിനാൽ വാലസിന്റെ ശരീരം പല ഭാഗങ്ങളായി മുറിക്കുകയും തങ്ങൾക്കെതിരെ ആരും ശബ്ദമുയർത്തരുത് എന്ന ഒരു ഭീഷണിയുടെ പ്രതീകമായി നാട്ടിൽ പൊതുദർശനത്തിന് വെക്കുകയും ചെയ്യുന്നു. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് ഈ 3 രാജ്യങ്ങൾ ചേർന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. പണ്ട് സ്കോട്ട്ലൻഡിൽ രാജാവില്ലാതിരുന്ന സമയത്ത് ഇംഗ്ലീഷ് സൈന്യം സ്കോട്ട്ലൻഡിലേക്ക് വരികയും സ്കോട്ട്ലൻഡിലെ മുഴുവൻ പ്രദേശങ്ങളും ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇംഗ്ലീഷ് സൈന്യം സ്കോട്ട്ലൻഡും വെയിൽസും ഒക്കെ പിടിച്ചടക്കുകയും ആ രാജ്യങ്ങളെല്ലാം തന്നെ ഭരിക്കാൻ തുടങ്ങുകയും അങ്ങനെ ഇവരുടെ ഒരു ബ്രിട്ടീഷ് സൈന്യം വളർന്ന് ലോകമെമ്പാടും തന്നെ കോളനി കെട്ടാനായിട്ട് പോകുന്നതും. വില്യം വാലസ് ചെറുപ്പത്തിൽ തന്നെ തന്റെ സഹോദരനെയും അച്ഛനെയും ഇംഗ്ലീഷ് സൈന്യം കൊല്ലുന്നത് കാണുകയും അതിനുശേഷം തന്റെ അമ്മാവൻ വില്യം വാലസിനെ വളർത്താനായിട്ട് കൊണ്ടുപോവുകയും യുവാവായി തിരികെ സ്കോട്ട്ലൻഡിലേക്ക് വന്ന വാലസ് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. അവരുടെ ഗ്രാമം ഇംഗ്ലീഷ് സൈന്യം ആക്രമിക്കുകയും ഗർഭിണിയായിരുന്ന വാലസിന്റെ ഭാര്യയെ കൊല്ലുകയും ചെയ്യുന്നു. ഇതിൽ ദേഷ്യവും വിഷമവും സഹിക്കാനാകാത്ത വാലസ് തന്റെ ഗ്രാമത്തിലെ ജനങ്ങളെ കൂട്ടി ഈ ഇംഗ്ലീഷ് സൈന്യത്തിനെതിരെ പോരാടാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ വലിയൊരു സ്വാതന്ത്ര്യ സമരം തന്നെ പൊട്ടിപ്പുറപ്പെടുന്നു. വാലസിന്റെ നേതൃത്വത്തിലുള്ള സ്കോട്ട്ലൻഡിലെ ഈ ഒരു ചെറിയ സൈന്യം വലിയ ഇംഗ്ലീഷ് സൈന്യത്തെ തോൽപ്പിക്കുന്നതോടുകൂടി ഒരു ഹീറോ പദവി സ്കോട്ട്ലൻഡിൽ വാലസിന് കിട്ടുന്നു. എന്നാൽ സ്കോട്ട്ലൻഡിലുള്ള മിക്ക ലോർഡുമാർക്കും ഈ വാലസിന്റെ തീരുമാനങ്ങളോട് യോജിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അധികാരത്തിനായിട്ടുള്ള കലഹങ്ങൾ അവരുടെ ഇടയിൽ എന്നും നിലനിന്നിരുന്നു. അങ്ങനെ ഒറ്റുകൊടുക്കലും ചതിയും സ്വന്തം കൂട്ടാളികളിൽ നിന്ന് തന്നെ വാലസിന് നേരിടേണ്ടി വരുന്നു. അധികാരത്തിനും പണത്തിനും വേണ്ടി വാലസിന്റെ തന്നെ ആളുകൾ അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുന്നു. അങ്ങനെ ഇംഗ്ലീഷ് സൈന്യത്തിന് കൈമാറി ഇദ്ദേഹത്തെ ഒരു ദയയും ഇല്ലാണ്ടാണ് അവർ കൊല്ലുന്നത്. മരണത്തിന് മുൻപുള്ള വില്യം വാലസിന്റെ അവസാന വാക്കുപോലും ഫ്രീഡം എന്നതായിരുന്നു. സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി വില്യം വാലസ് മരിച്ചത് വെറുതെയായില്ല. പിന്നീട് സ്കോട്ട്ലൻഡിലെ ജനങ്ങൾക്ക് ഇംഗ്ലീഷ് സൈന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യവും സമാധാനത്തോടു കൂടിയുള്ള ജീവിതവും ലഭിക്കുന്നുണ്ട്.